നമസ്കാരം. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യൻ ആയിരിക്കുകയാണ്. ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഇതൊരു ടീം പെർഫോമൻസ് ആയിരുന്നു. അതായത് എല്ലാവരും 11 പേരും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ ഈ ടൂർണമെൻറ്റിലുടനീളം. പക്ഷേ ഇന്നത്തെ മാച്ചിൽ എനിക്ക് 3 പേരുകൾ ആദ്യം തന്നെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. രോഹിത്, കുൽദീപ് ആൻഡ് ശ്രേയസ് അയ്യർ. ഫസ്റ്റ് പേര് തന്നെ രോഹിത് ശർമ്മയാണ്. അതിന് 3 റീസൺ ഉണ്ട്. ഒന്ന്, കുൽദീപ് യാദവിനെ അക്ഷർ പട്ടേലിന് പകരം പവർ പ്ലേയിൽ കൊണ്ടുവന്നതിന് അത് ക്രൂഷ്യലായിരുന്നു, ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവായിരുന്നു. അതിനകത്താണ് ന്യൂസിലൻഡിൻ്റെ ഏറ്റവും മികച്ച 2 ബാറ്റ്സ്മാൻമാർ രച്ചിൻ രവീന്ദ്രയും കെയ്ൻ വില്യംസണും പോയത് ആ ഒരു കാര്യത്തിന്. പിന്നെ ഓവറോൾ ക്യാപ്റ്റൻസി, ബോൾ ചെയ്തപ്പോൾ അസാമാന്യമായ രീതിയിലുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫീൽഡിങ് ചേഞ്ചസ്, ബോളിംഗ് ചേഞ്ചസ്, ഒരു രക്ഷയില്ലായിരുന്നു. ആൻഡ് ഏറ്റവും വാല്യുബിളായിട്ട് ബാറ്റിങ്ങിൽ വന്നപ്പോൾ അടിച്ച ആ ഒരു 76 റൺ, ആ ഒരു 76 റണ്ണിൻ്റെ വില, ഈ ട്രോഫിയുടെ വിലയുണ്ട് ആ 76 റണ്ണിന്. ആ രോഹിത് ശർമ്മ അവിടെ അടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മാച്ച് ഒരു പക്ഷേ പോയേനെ. അതുകൊണ്ട് ഫസ്റ്റ് താങ്ക്സ് രോഹിത് ശർമ്മയ്ക്ക്. രണ്ടാമത് കുൽദീപ് യാദവ്, ആ 2 വിക്കറ്റിന്, ഏറ്റവും വിലപ്പെട്ട 2 വിക്കറ്റ്, കെയ്ൻ വില്യംസിൻ്റെ വിക്കറ്റും അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്രയുടെ വിക്കറ്റും. രച്ചിൻ രവീന്ദ്ര ഒരു രക്ഷയില്ലാതെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫസ്റ്റ് ബോളിൽ ഗൂഗിളിട്ടിട്ട് ഔട്ടാക്കിയത്. അതിനാണ് കുൽദീപ് യാദവ്. മൂന്നാമത് ശ്രേയസ് അയ്യർ, എപ്പോഴും ഈ ടൂർണമെൻറ്റിൽ ഉടനീളം പെർഫോം ചെയ്ത പോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ ഇന്ത്യയുടെ നട്ടലായിട്ട് നിന്നിട്ട് ന്യൂസിലൻഡിന് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ സമ്മതിക്കാതെ വേണ്ടപ്പം അടിച്ച് ആ ഒരു റൺ റേറ്റ്, ആവശ്യമുള്ള റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയതിന്, ആ ഒരു കാര്യത്തിന് ഈ ഒരു അത് ഒരു പ്രാവശ്യമല്ല ഈ ടൂർണമെൻറ്റിൽ പല പ്രാവശ്യം ചെയ്തിട്ട് ഈ ഫൈനലിലും അത് ചെയ്തതിന് ശ്രേയസ് അയ്യറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മാച്ചിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ ന്യൂസിലൻഡിന് കൺഗ്രാജുലേഷൻസ്. എക്സെപ്ഷണലായിട്ട് നന്നായിട്ടൊരു പെർഫോമൻസാണ് ന്യൂസിലൻഡും കാഴ്ചവെച്ചത്. അവസാനത്തെ ബോൾ വരെ അവർ പൊരുതി. ഈ ടൂർണമെൻറ്റിലുടനീളം ഇന്ത്യക്ക് ഒരു ഒത്ത എതിരാളി എന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അധികം ടീംസ് ഇല്ലായിരുന്നു. അത്രയ്ക്ക് സെറ്റ് ടീമായിരുന്നു ഇന്ത്യക്ക്. ഏറ്റവും ഫൈനായിട്ടുള്ളൊരു ഓപ്പണൻ്റാണ് ഫൈനലിൽ കിട്ടിയത്. അവരുടെ പെർഫോമൻസ് എക്സെപ്ഷണലായിട്ട് നന്നായിട്ട് ചെയ്തു. 1-2 മിസ്റ്റേക്സ്, ആ 2 വിക്കറ്റ്സ്, മെയിനായിട്ടുള്ള 2 വിക്കറ്റ്സ്, ബോളിങ്ങിൽ മാറ്റ് ഹെൻറി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ്, അങ്ങനെ ചില പോരായ്മകൾ, ഫീൽഡിങ്ങിലെ പോരായ്മകളൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ ന്യൂസിലൻഡ് എക്സെപ്ഷണലി നന്നായിട്ട് കളിച്ചു. കൺഗ്രാജുലേഷൻസ് ഫോർ ദ ബെസ്റ്റ് പെർഫോമൻസ്. ഇനി മാച്ചിലേക്ക് വരാം. ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ന്യൂസിലൻഡ്. പക്ഷേ രോഹിത് ശർമ്മ ഹാപ്പിയായിരുന്നു ബാറ്റ് ചെയ്യാനാണെങ്കിലും ബോൾ ചെയ്യാനാണെങ്കിലും. കാരണം അത്രയ്ക്ക് ഡിറ്റർമിൻഡ് ആയിരുന്നു ഇന്ത്യൻ ടീം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കപ്പ് നേടണം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് ഇന്ത്യൻ ടീം എത്തിയത്. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഏറ്റവും അപകടകരമായ രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് രച്ചിൻ രവീന്ദ്രയായിരുന്നു. ആ ഒരു പവർ പ്ലേയിൽ നന്നായിട്ട് സ്കോർ കയറ്റിക്കൊണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പേടിച്ചു. അവിടെ രോഹിത് ശർമ്മയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻസി, ബോളിംഗ് ചേഞ്ച്, അക്ഷർ പട്ടേലിന് പകരം അവിടെ കുൽദീപ് യാദവിനെ കൊണ്ടുവന്നു. കുൽദീപ് യാദവ് ഈ ടൂർണമെൻറ്റിലുടനീളം അത്ര പെർഫോമൻസ് കൊടുക്കാത്തൊരു ബോളറാണ്. പക്ഷേ കുൽദീപ് യാദവ് വന്നിട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ റോങ് വൺ ഇട്ടിട്ട് രച്ചിൻ രവീന്ദ്ര ശരിക്കും ആ ബോൾ റീഡ് ചെയ്തു, റോങ് വൺ ആണെന്ന് റീഡ് ചെയ്തു. പക്ഷേ അതിലും ടേൺ ആ ബോളിന് കിട്ടിയിട്ടാണ് ബോൾഡ് ആവുന്നത്. ഒരു രക്ഷയില്ല. ആ ഒരു വിക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ഓവറിൽ തന്നെ കെയ്ൻ വില്യംസനെ എടുത്തതും ഈ 2 വിക്കറ്റ്സാണ് ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു അപ്പർ ഹാൻഡ് ആ ഒരു ആദ്യ ഭാഗത്ത് തന്നെ തന്നത്. പിന്നെ വരുൺ ചക്രവർത്തിയുടെ 2 വിക്കറ്റ്. ഇന്ത്യക്ക് ആദ്യത്തെ ബ്രേക്ക് ത്രൂ വന്നത് വരുൺ ചക്രവർത്തിയാണ്. പിന്നെ ഫിലിപ്സിൻ്റെ വിക്കറ്റ്. ഫിലിപ്സ് വന്നിട്ട് അത്യാവശ്യം റൺസ് അങ്ങോട്ട് സ്കോർ ചെയ്തൊരു വൃദ്ധത്തിലേക്ക് വന്നപ്പോഴാണ് ഫിലിപ്സിൻ്റെ വിക്കറ്റ് ഇടുന്നത്. ആ ഒരു വിക്കറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ വരുൺ ചക്രവർത്തി ഈ ടൂർണമെൻറ്റിലുടനീളം കളിച്ച കളികളിലെല്ലാം പെർഫോമൻസ് തന്നുകൊണ്ടിരുന്നത് ഈ കളിയിലും ആ ഒരു പെർഫോമൻസ് വന്നു, പ്രത്യേകിച്ചും ഫിലിപ്സിൻ്റെ വിക്കറ്റ്. പിന്നെ ഇന്ത്യയുടെ ബോളിങ്ങിലുടനീളം ഇങ്ങനെ റെഗുലർ ഇൻ്റർവെൽസിൻ്റെ വിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നു. ടോം ലാത്തിൻ്റെ വിക്കറ്റ് എടുത്ത് ജഡേജ, അതിനുശേഷം ഡാരിൽ മിച്ചൽ അടിച്ചങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഷമി വിക്കറ്റ് എടുത്തു. അങ്ങനെ വിക്കറ്റ്സ് വീണുകൊണ്ടിരുന്നു. എനിവേ ന്യൂസിലൻഡിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാരിൽ മിച്ചലും അതുപോലെ തന്നെ മിച്ചൽ ബ്രേസ്വെല്ലും അതിമനോഹരമായിട്ട് ബാറ്റ് ചെയ്ത് അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പും ആ ഒരു ഇന്നിങ്സും കൊണ്ടാണ് ന്യൂസിലൻഡ് സത്യം പറഞ്ഞാൽ ഒരു 251 എന്നുള്ളൊരു ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടോട്ടൽ കിട്ടിയത്. ഇന്ത്യ കറക്റ്റായിട്ട് റണ്ണ് കണ്ടെയ്ൻ ചെയ്യും. അതുപോലെ തന്നെ റെഗുലർ ഇൻ്റർവെൽസിൽ വിക്കറ്റ് എടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാപ്റ്റൻസിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീൽഡിങ്ങും ബോളിങ്ങും കൊണ്ടാണ് ഇവരെ ഒരു 251 എന്നുള്ളൊരു സ്കോറിൽ പിടിച്ച് നിർത്താൻ പറ്റിയത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യക്ക് ആ ഒരു മികച്ച തുടക്കം തന്ന രോഹിത് ശർമ്മയ്ക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. വാങ്കഡെ വാലിബൻ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം രോഹിത് ശർമ്മ. ആ ഒരു രീതിയിലാണ് ആ ഒരു ഇന്ത്യക്ക് ആ ഒരു സ്റ്റാർട്ട് വരുന്നത്. രോഹിത് ശർമ്മ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എതിർ ടീമിന് കളി കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു ഫീലാണ്. അത്ര ഈസി ആയിട്ടാണ് പുള്ളി, ഈ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പിച്ചാണ്. അവിടെ ആ ഒരു ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യും. സപ്പോർട്ട് ചെയ്ത ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്ന രോഹിത് ശർമ്മയെ ഹാറ്റ്സ് ഓഫ് ടു ദം. അത് കഴിഞ്ഞിട്ട് പിന്നീട് വിരാട് കോഹ്ലിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, ഒരു ഓഡ് ഡേ ആയിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആൻഡ് ശ്രേയസ് അയ്യർ
കൺസിസ്റ്റൻസ് ശ്രേയസ് അയ്യർ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലുള്ള പെർഫോമൻസാണ് ഈ ടൂർണമെൻറ്റ് ഉടനീളം ശ്രേയസ് അയ്യർ ഇന്ത്യക്ക് തന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫൈനലിലും ഈ ഒരു മാച്ച് ശ്രേയസ് അയ്യർ ആ ഇന്നിങ്സ് കളിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റായി പോയനെ. ഒരു രക്ഷയില്ലാത്ത ഇന്നിങ്സ്. നമ്മളിത് പ്രിവ്യൂവിലും പറഞ്ഞിരുന്നു, ശ്രേയസ് അയ്യർ ഒരു കീ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കാരണം ന്യൂസിലാൻഡിൻ്റെ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ. സോ ഹി ഡിഡ് വെരി വെൽ. അതിനുശേഷം KL രാഹുൽ ഒരു നന്നായിട്ട് കഴിഞ്ഞ ഓസ്ട്രേലിയയായിട്ടുള്ള മാച്ചിലെ പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ഇന്നിങ്സ് കളിച്ചു. അവസാനം വന്നിട്ട് ഒരു പാണ്ഡ്യ ഷോയ്ക്ക് ശ്രമിച്ചു, പക്ഷേ പാളിപ്പോയി. എനിവേ ജഡേജ വന്നിട്ട് ജഡേജയുടെ സ്റ്റൈലിൽ ഫിനിഷ് ചെയ്ത് ഡബിൾസ് 2 ഓടി മാച്ച് ഫിനിഷ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് അക്സറിൻ്റെ കാമിയോ പറയാൻ വിട്ടുപോയി. അക്സർ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ്, ഷോർട്ട് ഇന്നിങ്സ് കളിച്ചു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു ചേസിൽ. സോ അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾക്കിടയിലാണ് രോഹിത് ശർമ്മ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എത്തുന്നത്. BGTയുടെ പരാജയം, അതിനു മുമ്പ് ന്യൂസിലൻഡുമായിട്ടേറ്റ പരാജയം, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന സമയത്താണ് ഈ വൈറ്റ് ബോളിലേക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എത്തുന്നത്. അങ്ങനെ രോഹിത് ശർമ്മ എന്താണ് തൻ്റെ വൈറ്റ് ബോളിലെ ലെഗസി എന്നുള്ളത് ഒന്നുകൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പകരം വെക്കാൻ ഒരാളില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനെ ഈ ഒരു ഡോമിനൻസിലേക്ക് എത്തിച്ച ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ആൻഡ് ഗൗതം ഗംഭീർ എല്ലാ പഴിയും കേട്ടൊരു മനുഷ്യനാണ്. അത് BGTയിലെ പരാജയത്തിനും അതിന് മുമ്പ് ന്യൂസിലാൻഡിനോട് ഇട്ട പരാജയത്തിനും ശ്രീലങ്കയിലെ ഏകദിന ടൂർണമെൻറ്റ് പരാജയപ്പെട്ടതിനും എല്ലാം പഴികൾ കേട്ടൊരു മനുഷ്യനാണ്. സോ പുള്ളിക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ഗൗതം ഗംഭീർ വെൽഡൺ. പുള്ളിയുടെ കോച്ചിങ്ങിൽ ഇന്ത്യക്ക് ഒരു ആദ്യത്തെ ICC കിരീടം ഒരു ഫ്ലൂക്കല്ല എന്ന് പുള്ളി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രാൻസിഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ ടീമിലേക്കാണ് ഗൗതം ഗംഭീർ കോച്ചായിട്ട് വരുന്നത്. കാരണം സീനിയർ പ്ലെയേഴ്സായിട്ടുള്ള എല്ലാവരും പ്രായമായി വരുന്നു. അതുപോലെ തന്നെ യങ് പ്ലെയേഴ്സിന് എക്സ്പീരിയൻസ് കുറവാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈമിലാണ് ഗൗതം ഗംഭീർ വരുന്നത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഇങ്ങനെയുള്ളവരെല്ലാം ടെസ്റ്റിൽ ഫോം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന ടൈം. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിൽ വന്നിട്ട് ഈ ഓവറോൾ ടീമിൻ്റെ പെർഫോമൻസ് ആയാലും രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് ആസ് എ ക്യാപ്റ്റൻ പെർഫോമൻസ് ആയാലും ആസ് എ കോച്ച് ഗൗതം ഗംഭീറിൻ്റെ പെർഫോമൻസ് ആയാലും ഒന്നും പറയാനില്ല. ക്രെഡിറ്റ് കൊടുത്തേ പറ്റുന്നവർക്കെല്ലാം, പ്രത്യേകിച്ചും ഗൗതം ഗംഭീറിന്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് BCCI അവർക്കും ക്രെഡിറ്റ് ഉണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ഇന്ത്യയുടെ ടീമിനെ, അതായത് ഇന്ത്യക്ക് ഇങ്ങനെയുള്ളൊരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ടീം മാനേജ്മെൻറ്റ് ചെയ്യുന്ന കഷ്ടപ്പാടുണ്ട്. അതായത് ഇപ്പോൾ ശുഭ്മാൻ ഗിൽ ഇന്നലത്തെ പത്രസമ്മേളനത്തിനൊക്കെ പറയുന്ന കേൾക്കുമ്പോഴറിയാം എന്തുമാത്രം പ്രൊഫഷണലായ ഇന്ത്യൻ ക്രിക്കറ്റ് എന്നുള്ളത്. അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഫൈനലിനെ അല്ലെങ്കിൽ ഒരു മാച്ചിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ മെച്ചുവേർഡായിട്ട്. അത് പാകിസ്ഥാൻ ടീമിലേക്കൊക്കെ നോക്കിയാലേ ആ ഒരു വളർച്ചയുടെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ. ആസ് എ ടീം ഇന്ത്യ എത്രത്തോളം വലുതായി, എത്രത്തോളം നല്ലൊരു കൾച്ചറാണ് ഇന്ത്യ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10-15 വർഷം പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയയൊക്കെ നോക്കി കണ്ടിരുന്ന ഒരു കൾച്ചറുണ്ട്, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കൾച്ചർ. അതുപോലെ ഇന്ത്യയുടെ തനതായിട്ടുള്ളൊരു ക്രിക്കറ്റ് കൾച്ചർ ബിൽഡ് ചെയ്യാനും അവിടെ ഡോമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലെയേഴ്സിന് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും ഈ മാനേജ്മെൻറ്റ് വഹിച്ച പങ്ക് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നതാണ്. ഈ മാച്ചിന് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും അനാലിസിസും ഒക്കെ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് വരും. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് IPL ഒക്കെ വരുവാണ്, ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഈ മാച്ചിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് വീഡിയോകളായിട്ട് കാണുന്നതിന് വരെ ബൈ.